നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറാണ് ഈ പരിപാടി എന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്ന വിഷയങ്ങൾ, അതിൽ ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24-ന്റെ ഗൗരവത്തോടുകൂടിയുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി, വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം ആലപ്പുഴ കുട്ടനാട്ടിലേക്കാണ്. മഴക്കാലമായതിനാൽ കുട്ടനാട്ടുകാരുടെ ജീവിതം ഇരട്ടി ദുരിതത്തിലാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. പല വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥ, കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. പല പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്, മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും. അതിന് പിന്നാലെ ഇപ്പോൾ അവിടെയുള്ള റേഷൻ കടകളിലും പ്രതിസന്ധിയാണ്. മെയ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസാന ദിവസത്തിലും അരി എത്തിയില്ല. 41 കടകളിലാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മാസത്തെ റേഷൻ സാമഗ്രികൾ നഷ്ടമായതോടെ ദുരിതത്തിലാണ് ഉപഭോക്താക്കൾ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇതുപോലെ കാലിയാണ് കുട്ടനാട്ടിലെ റേഷൻ കടകൾ. ഇതുപോലെ തന്നെ കുട്ടനാട്ടിലെ വീടുകളുടെ അടുക്കളകളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലെ 41 റേഷൻ കടകളിലേക്കാണ് ഇനി അരി എത്താനുള്ളത്. മെയ് മാസത്തിലെ വിതരണത്തിനുള്ള കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് റേഷൻ ഇല്ലാതായി. വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്കിടെ അരിയില്ലെന്ന തിരിച്ചടിയും കുട്ടനാട്ടുകാരെ വലയ്ക്കുന്നു. കുളങ്ങുന്ന പ്രദേശം വളരെ വെള്ളക്കെട്ടിൽ താഴ്ന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ മാസം റേഷനാണ്, അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇന്ന് ജൂൺ 5 അടുത്ത തുലാമാസം വരെയും വെള്ളമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ അവസ്ഥയിലുള്ള ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ വിതരണത്തിനുള്ള കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. എന്നാൽ നീട്ടി നൽകിയത് 1 ദിവസം മാത്രം. ഈ സമയത്തിനുള്ളിൽ വിതരണം നടത്താനാവില്ലെന്നാണ് വിതരണക്കാർ തന്നെ പറയുന്നത്. കുട്ടനാട്ടിലെ 41 കടകളിൽ സാധനങ്ങൾ എത്തിക്കാൻ കുറഞ്ഞത് 4 ദിവസം വേണ്ടിവരും. വെള്ളപ്പൊക്കമുണ്ടായ കുട്ടനാട്, കാർത്തികപ്പള്ളി പ്രദേശങ്ങളിലെ ജനങ്ങളിൽ പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. വെള്ളമിറങ്ങുന്ന മുറയ്ക്കാണ് ഇവർക്ക് തിരികെ വീടുകളിൽ എത്താനാവുക. ഈ സമയപരിധിയും റേഷൻ വാങ്ങാൻ തിരിച്ചടിയാകും. ജൂൺ മാസത്തെ വിഹിതത്തിനൊപ്പം മെയ് മാസത്തെ റേഷൻ കൂടി വാങ്ങാൻ അനുമതി നൽകുക മാത്രമാണ് ഏക പരിഹാരം. അപ്പം റേഷൻ സംവിധാനമാണ് സാധാരണ ആശ്രയിച്ചുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം റേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ 10 ദിവസക്കാലമായി കുട്ടനാട് വെള്ളത്തിന് അടിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം റേഷൻ കിട്ടാതെ ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണ്ണത്തിലാണ് ജീവിതം നടക്കുന്നത്. നീല കാർഡ്, വെള്ള കാർഡ്, ഇത് രണ്ടിനും അരി കൊടുത്തിട്ടില്ല. BPL-ന് പകുതി അരി കൊടുക്കാനുണ്ട്, AY-ക്ക് പകുതി അരി കൊടുക്കാനുണ്ട്. നീല കാർഡിൻ്റെ മൊത്തം അരി കൊടുക്കാൻ കിടക്കുക. ആളുകൾ വിളിച്ച് ഞാൻ കരഞ്ഞു. ഇന്ന് രാവിലെ ആഫീസിൽ വിളിച്ചു, തകഴി വിളിച്ചു, ആഫീസിൽ വിളിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. അവരിപ്പം വിടാമെന്ന് പറയുന്നുണ്ട്. കുട്ടനാട് താലൂക്കിൽ ആകെയുള്ളത് 53,000 കാർഡ് ഉടമകൾ. ഇതിൽ മെയ് മാസത്തിലെ റേഷൻ വാങ്ങിയത് 35,000 പേർ മാത്രം. മുഴുവൻ വിഹിതവും ലഭിച്ചവരുടെ എണ്ണവും താരതമ്യേന കുറവാണ്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ തുടക്കകാലമാണിത്. ഈ സാഹചര്യത്തിൽ അരി കൂടി ഇല്ലാതായാൽ കുട്ടനാട്ടുകാരുടെ ജീവിതം അധോഗതിയാകും. മെയ് മാസത്തിലെ റേഷൻ വാങ്ങാൻ 10 ദിവസം അധികമായി അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കുട്ടനാട്ടിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മഴ ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ദുരിതമാണ് കുട്ടനാട്ടുകാർക്ക്. വെള്ളക്കെട്ടിൽ വലഞ്ഞ അവർക്കിപ്പോൾ അരിയുമില്ല. തങ്ങളെ ഇനിയും ദുരിതത്തിലാക്കരുത് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. അധികാരികൾ കണ്ണു തുറക്കണം, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണം. അത് അങ്ങനെ കാണും എന്ന പ്രതീക്ഷയോടുകൂടി റിപ്പോർട്ട് ഞങ്ങൾ അധികൃതരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 1-2 കുടുംബങ്ങളുടെ പ്രശ്നമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നമാണ്. ഇവിടേക്ക് റേഷൻ കടകളിലേക്ക് അരി എത്തിക്കുന്ന നടപടി വേഗത്തിലുണ്ടാകണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അതുപോലെ റേഷൻ വാങ്ങാനുള്ള സമയം നീട്ടി നൽകുക എന്നുള്ള അവരുടെ ആവശ്യം കൂടി പരിഗണിക്കണം എന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ചില പ്രതികരണങ്ങളിലേക്ക്. എല്ലാ വീട്ടിലും വെള്ളമാണ്, അരി കിട്ടാനായിട്ടില്ല. അതാണ് അതിന്റെ പ്രധാന കാര്യം. ഞങ്ങളിപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്നു, എന്നിട്ട് അന്നേരമൊക്കെ അരി വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഒന്ന് അനുവദിച്ച് തരണം, അത്രയും. അരി കിട്ടാനില്ല, അരി വരണ്ടേ. വെള്ളപ്പൊക്കം ആയതുകൊണ്ട് വണ്ടി ഒന്നും ഓടുന്നില്ല. പിന്നെ ഈ ക്യാമ്പിലെ ഈ അരി 2 ദിവസം കിട്ടിയോണ്ടാണ് ഇങ്ങനെ കൂടുന്നത്. അത് തീർന്നില്ല,
എന്നാ ചെയ്യാനാ? ആരോട് പറയാനാ? അവരോടും പറഞ്ഞ കേക്ക്. നമുക്ക് എല്ലാവരും വന്ന് ഞങ്ങളോട് അരി ചോദിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് അരി കൊടുക്കുന്നത്, ഞങ്ങൾക്ക് അരിയില്ല കൊടുക്കാനായിട്ട്. ഇന്ന് തീരുവോ? ഇന്നുകൂടെ ഒരു ദിവസം ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഇത് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ യൂണിയൻകാരാണ് ഇവിടുത്തെ ചുമട്ടുകാർ. അവിടുത്തെ ചുമട്ടുകാർ അരി കയറ്റി ഇങ്ങോട്ട് വിടത്തില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇവിടുത്തെ ചുമട്ടുകാർക്ക് ഇവിടെ ചുമക്കണം. 7 മാരുടെ ചുമട്ടുകാരുണ്ട്. അപ്പോൾ ആ ചുമട്ടുകാർക്ക് ഇവിടെ ചുമക്കണമെന്ന് അവർ കർശനം അങ്ങ് വാശി പിടിക്കുക. അപ്പോൾ അവിടുത്തുകാർ അത് ഇറക്കി ഇങ്ങോട്ട് തരത്തില്ല, കയറ്റി വിടത്തില്ല. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇതിനാണ് എനിക്കൊരു ഒത്തുതീർപ്പ്. ഈ ചുമട്ടുകാരുടെ പ്രശ്നം എനിക്കിപ്പോൾ വലിയൊരു പ്രശ്നത്തെ തീർന്നിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്കാണ് ഒരു നിയമ പോരാട്ടത്തിന്റെ കഥയാണ്. പലപ്പോഴും റോഡിനായി സ്ഥലം വിട്ടു നൽകുമ്പോൾ അതിന് നഷ്ടപരിഹാരം നൽകാറുണ്ട്. എന്നാൽ പണം ലഭിക്കാൻ താമസിക്കുന്നവരും പണം കിട്ടാത്തവരും അതിനെ തുടർന്ന് പരാതി പറയുന്നവരും ഒക്കെയുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥതയ്ക്ക് ആരോഗ്യവകുപ്പിന് ഇന്ന് പണികിട്ടി. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ഉടമയ്ക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സർക്കാർ വാഹനങ്ങൾ കോടതി ജപ്തി ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ 2 കാറുകളാണ് ജപ്തി ചെയ്തത്. ശാസ്തമംഗലം സ്വദേശി പ്രകാശ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ നടപടി. സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയിൽ ശരിക്കും പണികിട്ടിയത് ആരോഗ്യവകുപ്പിനാണ്. വികസനത്തിനായി നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാതെ വന്നതോടെയാണ് സർക്കാർ മുതൽ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടത്. ഇതിനായി തിരഞ്ഞെടുത്തത് ആരോഗ്യവകുപ്പിലെ 2 വാഹനങ്ങളും. ഇതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോകാൻ വാഹനമില്ലാത്ത അവസ്ഥയാണ്. ാണ് റോഡ് വികസനത്തിനായി കുമാരപുരത്തെ സ്വകാര്യ ഭൂമി സർക്കാരിന് നൽകിയത്. ഭൂമി നൽകിയ ശാസ്തമംഗലം സ്വദേശി പ്രകാശിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല. തുടർന്ന് തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു. വിധി പാലിക്കാതെ വന്നതോടെ ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചു. ഇതോടെ സർക്കാർ വസ്തു കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു. പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ പാർക്ക് ചെയ്തിരുന്ന 2 എർട്ടിഗ കാറുകൾ ജപ്തി ചെയ്തത്. കേസിൽ സർക്കാർ 1-ാം പ്രതിയും ട്രിവാൻഡ്രം റോഡ് ഡെവലപ്മെന്റ് അതോറിറ്റി 2-ാം പ്രതിയുമാണ്. 14 ലക്ഷത്തോളം രൂപയാണ് ഭൂമി നൽകി ഉടമയ്ക്ക് കൊടുക്കാനുള്ളത്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ കണ്ടം ചെയ്തതോടെ ആരോഗ്യവകുപ്പിൽ മതിയായ വാഹനങ്ങളില്ല. അതിനിടയിലാണ് ഉണ്ടായിരുന്ന 2 കാറുകൾ ജപ്തി ചെയ്തത്. കണ്ടുകെട്ടിയ വാഹനങ്ങൾ തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നതാണ് വകുപ്പിന്റെയും ആവശ്യം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പരാതിയും നാട്ടുകാരുടെ ആശങ്കയും അത് സംബന്ധിച്ച വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വയനാട്ടിൽ അറുതിയില്ലാതെ തുടരുകയാണ് വന്യമൃഗശല്യം. ചീരാലും മൈലമ്പാടി മണ്ടകവയലിലും പുലി വളർത്തു നായ്ക്കളെ കൊന്നു. വലിയ ഭീതിയിലാണ് ആ പ്രദേശവാസികളുള്ളത്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിലും സുൽത്താൻ ബത്തേരിയിലും പുലിഭീതി തുടരുകയാണ്. വനംവകുപ്പ് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ക്യാമറ ട്രാപ്പുകൾ വെച്ചുള്ള നിരീക്ഷണവും കടുവയെ കൂടുവെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമവും ഒക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പുലികൾ കൂട്ടിലാകുന്നില്ല. വയനാടൻ ജനതയുടെ ആശങ്ക അങ്ങനെ അറുതിയില്ലാതെ തുടരുകയാണ്. നേരത്തെ സുൽത്താൻ ബത്തേരിയിൽ, പിന്നീട് മുള്ളംകൊല്ലി മരക്കടവിൽ, ചീരാലിൽ, മൈലമ്പാടിയിൽ, മേപ്പാടിയിൽ പുലിയിറങ്ങുന്ന കാഴ്ചകൾ തുടരുകയാണ്. പലയിടത്തും വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ആശങ്കയോടെയാണ് വയനാടൻ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഒടുവിൽ പുലിയെത്തിയത് ചീരാൽ കല്ലുമുക്ക് മോഹനന്റെ വീടിനടുത്ത്. ഇന്നലെ രാത്രിയിലാണ് പുലി വളർത്തുനായെ കൊന്നത്, ഒപ്പം താറാവിനെയും. നേരത്തെ പുലി സാന്നിധ്യമുള്ള പ്രദേശമാണിത്. ഇതുവരെ 7 വളർത്തുമൃഗങ്ങൾ പുലിക്ക് ഇരയായി. ഇന്നലെ രാത്രി ഒരു 12:45 ഈ നായ ഇങ്ങനെ മൂങ്ങുന്ന ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ഇതൊക്കെ കണ്ടു, ഈ പിടയ്ക്കുന്നൊക്കെ ഒരു ഒച്ചപ്പാടൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ല, പേടിച്ചിട്ട്. ഒരു 3 മണിയായപ്പോഴാണ് വീണ്ടും ഇത് വന്നിട്ട് ഈ കൂട്ടിൽ വന്നിട്ട് 3 താറാവുണ്ടായിരുന്നു. ഒരു താറാവിനെയും പിടിച്ചുകൊണ്ട് പോയത്. പ്രദേശത്തെ വെട്ടിത്തെളിക്കാത്ത തോട്ടങ്ങളാണ് പുലിയുടെ താവളം. മേപ്പാടിയിൽ നിന്ന് വനംവകുപ്പ് സംഘം എത്തിവേണം നടപടികൾ സ്വീകരിക്കാൻ എന്നതാണ് പ്രതിസന്ധി. സൗത്ത് വയനാട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം മേപ്പാടിയിൽ നിന്ന് 1 മണിക്കൂറോളം യാത്രയുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൈലമ്പാടി മണ്ടകവയലിലും പുലിയെത്തി. നിരവത്ത് ബിനു തോമസിന്റെ വളർത്തുനായയെയാണ് പുലി പിടിച്ചത്. നായയെ കാണാതായതോടെ നടത്തിയ CCTV പരിശോധനയിലാണ് പുലി ദൃശ്യം വ്യക്തമായത്. CCTV പരിശോധിച്ചപ്പോഴാണ് മുറ്റത്ത് കടുവേൻ്റെ സാന്നിധ്യം കണ്ടത്.
അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് പട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് അപ്പോൾ വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ CCTV പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കടുവയല്ല, പുലിയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മുള്ളൻകൊല്ലി മരക്കടവിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം തുടരുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പുലി ആഴ്ചകളായി എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തിരികെ കാട് കയറിയിരിക്കാമെന്നാണ് അനുമാനം. ക്യാമറ ട്രാപ്പുകൾ വെച്ചുകൊണ്ടുള്ള നിരീക്ഷണവും കൂട് സ്ഥാപിച്ച് പിടികൂടാനുള്ള ശ്രമവുമെല്ലാം വനം വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ കെണിയിലാകാത്ത പുലികൾ വയനാടൻ ജീവിതത്തിന് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇത് വയനാട്ടിലെ 1-2 സ്ഥലങ്ങളിലെ പ്രശ്നമല്ല. വയനാട്ടിലെ പലയിടങ്ങളിലും സമാനമായ സാഹചര്യമാണുള്ളത്. വന്യമൃഗശല്യം, അതിൻ്റെ ഭീതി, നാട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അതിൽ തന്നെ പുലിയും കടുവയുമൊക്കെയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് എന്ന ആശങ്ക. പ്രദേശത്തെ തോട്ടങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാൽ അല്പം ആശ്വാസം ഉണ്ടാകും എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ശാശ്വത പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. അതിന് പലതരത്തിലുള്ള സങ്കീർണതകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ഇനിയും ഒരു ജീവൻ കുരുതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. നോക്കാം ചില പ്രതികരണങ്ങൾ. ഇവിടെ തൊട്ടടുത്ത് വേടങ്കോട് എസ്റ്റേറ്റ് ഉണ്ട്. ഈ വേടങ്കോട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 400 ഏക്കറിൽ കഴിയുന്ന, അവിടുന്ന് തൊട്ട് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൻ്റെ അടുത്തേ ഉള്ളൂ ഇവിടെ. ആ വേടങ്കോട് എസ്റ്റേറ്റ് തന്നെയാണ് ഈ പുലി ഇവിടെ ഈ ചീരാൽ മേഖലയിൽ സംഘാരതാണ്ഡവമാടുന്ന പുലി തങ്ങിയിരിക്കുന്നത് വേടങ്കോട് എസ്റ്റേറ്റിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ടെറിട്ടറിയൽ ഏരിയ ചീരാലിൽ നിന്നും മേപ്പാടിയിലേക്ക് മാറിയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 40-45 കിലോമീറ്ററുള്ള അപ്പുറത്തുള്ള മേപ്പാടിയിൽ പോയി ജനങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഓഫീസ് വെച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാമെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് നിരവധി ആളുകളുടെ തോട്ടങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പല പ്രാവശ്യം വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടതാണ് ഈ കാട് വെട്ടിക്കുന്നതിന് വേണ്ടി. അതിനടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കാത്ത പക്ഷം അതിന്റെ പേരിൽ നടപടിയും കാര്യങ്ങളുമായിട്ട് ഈ പ്രദേശത്തെ നാട്ടുകാർ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് സമരം കാര്യങ്ങൾ നടത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊരു പുതിയ വിവരം പുറത്തു വരുന്നത്, അത് ഗവർണർ നൽകിയ നോട്ടീസ് കൃഷിവകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നു. ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്നും ആദരിക്കണമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ഒരു കർഷകനെയും ഒരു കർഷക തൊഴിലാളിയെയും ആദരിക്കണം എന്ന ആവശ്യം കൃഷിവകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. 2 നോട്ടീസാണ് നൽകിയത്. അതിൽ ആദ്യ നോട്ടീസിൽ ഈ ഭാരതാംബയെ ആദരിക്കണം എന്നുള്ള ഭാഗമില്ല. പിന്നീട് നൽകിയ നോട്ടീസിലാണ് അത് സംബന്ധിച്ച കൂട്ടിച്ചേർക്കൽ ഉണ്ടായത്. മറ്റു മാറ്റങ്ങളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നും ഈ രാജ്ഭവൻ പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നൽകിയ 2ാമത്തെ നോട്ടീസിലാണ് പുഷ്പാർച്ചനയും ഭാരതാംബയ്ക്ക് വിളക്ക് കൊളുത്തലും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ 2 നോട്ടീസുകളും ഇപ്പോൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ വലിയ വിവാദം ഇങ്ങനെ ആളിക്കത്തുന്നതിനിടെ ഈ കൃഷിവകുപ്പ് ഈ 2 നോട്ടീസുകളും പുറത്തുവിടുന്നു. അത് 2ന്റെയും ഉള്ളടക്കം എങ്ങനെയാണ് മനീഷ് മഹിബാൽ? ശ്രീജിത്ത്, ഈ കൃഷി വകുപ്പ് നിലവിൽ പുറത്തുവിട്ടത് കൃത്യമായ പ്രോട്ടോകോൾ ഉള്ള രാജ്ഭവനിൽ നിന്ന് നൽകിയ ഗവർണറുടെ പരിപാടിയെ സംബന്ധിക്കുന്ന നോട്ടീസാണ്. നമുക്കറിയാം, രാജ്ഭവനിലെ എന്ത് പരിപാടി അല്ലെങ്കിൽ ഗവർണർ സംബന്ധിക്കുന്ന എന്ത് പരിപാടിക്കും കൃത്യമായ പ്രോട്ടോകോൾ ഉള്ളതാണ്. മുൻകൂട്ടി തന്നെ ഏത് പരിപാടിയിലാണോ ആ സംഘാടകർക്ക് അത് സംബന്ധിച്ച നോട്ടീസ് അത് അയച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ ആ പരിപാടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടത്താനുള്ള അവകാശം അത് രാജ്ഭവന് തന്നെ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് നേരത്തെ കൃഷിവകുപ്പിന് കൈമാറിയിരുന്നു. കൃഷിവകുപ്പ് ചില ആവശ്യങ്ങൾ, അതായത് ഈ പരിപാടിയെ സംബന്ധിച്ച് പരിസ്ഥിതി ദിനമാണ്, ഒരു കർഷകനെയും ഒരു കർഷക തൊഴിലാളിയെയും ആദരിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യത്തെ നിരാകരിക്കുക മാത്രമല്ല ചെയ്തത്. ഇവിടെ ഭാരതാംബയെ ആദ്യത്തെ നോട്ടീസിൽ ഭാരതാംബയെ സംബന്ധിച്ച ഒരു പരാമർശവും ഇല്ലായിരുന്നു. അതായത് ആദ്യം വെൽക്കം അഡ്രസ് ആണ്, അതായത് സ്വാഗത പ്രസംഗത്തിന് മുൻപായി ആദ്യത്തെ നോട്ടീസിൽ ഒരു കാര്യവും വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് നൽകിയിട്ടുള്ള സ്വാഗത പ്രസംഗത്തിന് മുൻപായി, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ആദ്യം സ്വാഗതം പറയുന്നത്. അതിന് മുന്നോടിയായി ഒരു പരിപാടിയും ആദ്യ നോട്ടീസിൽ ഇല്ല എങ്കിൽ പിന്നീട് ലൈറ്റിംഗ് ഓഫ് ദി ലാമ്പ് ഓഫ് ഭാരതാംബ ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോഡസ് ഭാരതാംബ എന്ന രീതിയിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തുക, ഒപ്പം തന്നെ വിളക്ക് കൊളുത്തുക എന്നീ രീതിയിലുള്ള ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി 2ാമത്തെ നോട്ടീസിൽ കൂട്ടിച്ചേർത്തതാണ് കൃഷിവകുപ്പ് നിലവിൽ പുറത്തുവിടുന്ന നോട്ടീസിലുള്ള. ഒപ്പം തന്നെ ഈ പരിപാടിക്ക് ഒരു തരത്തിലുള്ള മാറ്റം വരുത്താനും ഉള്ള അവകാശമില്ലെന്നും കൂടി പറയുന്നു. ഒപ്പം തന്നെ കൃഷിവകുപ്പ് ആവശ്യപ്പെട്ട 2 പേരെ ഉൾക്കൊള്ളിക്കാനുള്ള ആ ആവശ്യവും
രാജ്ഭവനിൽ നിന്ന് നിരാകരിക്കുകയും ചെയ്തു എന്നാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നിന്നുണ്ടായ നീക്കം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കുചിതമായ രാഷ്ട്രീയം ഒളിച്ചു കടത്തുകയാണ് രാജ്ഭവനും ഗവർണറും ചെയ്യുന്നത്. നേരത്തെ പല വിയോജിപ്പുകളും ആരിഫ് മുഹമ്മദ് മഹാനുമായി ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും അത് വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് രഹസ്യമായി ചില പരിപാടികൾ സർക്കാർ പരിപാടി എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് RSSന്റെ ഭാരതാംബയെ ഒളിച്ചു കടത്താനുള്ള നീക്കമാണെന്നാണ് കൃഷി വകുപ്പ് കൂടി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിൽ ഈ നോട്ടീസ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് തന്നെയാണ് നിലവിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുന്നത്. ശരി, സർക്കാരിന്റെ പരിപാടിയിൽ സംഘപരിവാർ രാഷ്ട്രീയം ഒളിച്ചു കടത്താനുള്ള ശ്രമം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുവെന്ന് അതിരൂക്ഷമായ വിമർശനം സർക്കാർ ഉന്നയിക്കുന്നതിനിടയിലാണ് കൃഷി വകുപ്പ് ഈ 2 നോട്ടീസുകൾ, രാജ്ഭവൻ നൽകിയ 2 നോട്ടീസുകളും ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്നും ആദരിക്കണമെന്നും ഒക്കെ പറയുന്ന ഈ 2ാമത്തെ നോട്ടീസിലാണ്. നേരത്തെ കൃഷി വകുപ്പ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒരു കർഷകനെ ആദരിക്കണം എന്നതടക്കമുള്ളത്. അത് പക്ഷേ രാജ്ഭവൻ അംഗീകരിച്ചിട്ടുമില്ല എന്നാണ് ഈ നോട്ടീസിൽ നിന്ന് വ്യക്തമാകുന്നത്. മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകി. 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത് 72കാരനുള്ള മരുന്നാണ്. നെല്ലിപ്പതി സ്വദേശി സ്നേഹ അരുൺ ദമ്പതികളുടെ ആൺകുട്ടിക്കാണ് മരുന്ന് മാറി നൽകിയത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിൽ ആശുപത്രിയുടെ വിശദീകരണം? ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത്? ഈ മരുന്ന് മാറി നൽകിയാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. എന്താണ് ഈ മരുന്നിൻ്റെ സ്വഭാവം? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ശ്രീത്ത്? വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല TK. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സ്നേഹ അരുൺ ദമ്പതികൾ 1 വയസ്സുള്ള ആൺകുട്ടിക്ക് കനത്ത രീതിയിൽ പനി അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇടയ്ക്കിടെ ഫിക്സ് വരുമായിരുന്നു. അപ്പോൾ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇവിടെ തന്നെ ചികിത്സിക്കാമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. എന്തായാലും അതിനിടയിൽ ഒരു മരുന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഫാർമസിയിലേക്ക് ഇവർ പോയത്. അവിടെ വെച്ചാണ് ഈ മരുന്ന് മാറിയതെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും 1 mg മരുന്നിന് പകരം 10 mg ഗുളിക നൽകി എന്ന് പറയപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞ് ബോധരഹിതനാവുകയായിരുന്നു എന്നാണ് ദമ്പതികൾ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം ഇവർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. പനി മാറാത്തതിനെ തുടർന്ന് വീണ്ടും ഈ ആശുപത്രി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് 72കാരന്റെ പരിശോധനയുടെ രക്തപരിശോധനയുടെ ഒക്കെ രസീത് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അതിൽ കണ്ടത്. അങ്ങനെയാണ് ആ ഒരു പരിശോധന നടത്തിയത്. അപ്പോഴാണ് മാറിപ്പോയതാണെന്ന തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ മറ്റേ ബ്ലഡ് റിസൾട്ട് തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ആശുപത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുഞ്ഞിന്റെ പിതാവ് അരുൺ അറിയിച്ചിട്ടുള്ളത്. ശരി, ഗുരുതരമായ വീഴ്ചയാണ്, ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിലാണ് 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകിയത്. 72കാരന് നൽകേണ്ട മരുന്നാണ് ഈ 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത്. ഇതുവരെ ഒരു വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുട്ടിയുടെ കുടുംബം അറിയിക്കുന്നത്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അധ്യയന വർഷം ആരംഭിച്ചിട്ടും പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ 3 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമില്ല എന്നാണ് ഇവരുടെ പരാതി. ദിവസം ലഭിക്കേണ്ട 500 രൂപയോ 600 രൂപയോ ഇവർക്ക് കിട്ടുന്നുമില്ല. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് ഇത്തവണ പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ ഇന്നും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് സ്കൂളുകളിൽ, പാചക തൊഴിലാളികൾ. 500 മുതൽ 600 രൂപ വരെയാണ് പലർക്കും സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ദിവസവേതനം. പക്ഷേ ഈ തുക പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും കാലതാമസം ഉണ്ടാകുന്നുവെന്നുമാണ് പാചക തൊഴിലാളികളുടെ പരാതി. കൃത്യമായ വേതനം ലഭിക്കാത്തത് മൂലം പലരുടെയും ജീവിതം തന്നെ പ്രതിസന്ധിയിലാണ്. 42 വർഷമായി ജോലിക്ക് കയറാൻ തുടങ്ങിയിട്ട്. ഞാൻ അന്ന് 5 രൂപയ്ക്കാണ് കയറിയത്. ഇത്രയും വർഷം പിന്നിട്ടിട്ടും എനിക്ക് കിട്ടുന്നത് ഇപ്പോഴും 10,000 രൂപയാണ്. ഈ 10,000 രൂപയെന്ന് വെച്ചാൽ ഒരു കുടുംബം ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അതാത് മാസത്തിൽ കിട്ടുന്നില്ല. 2-3 മാസം കൂടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം തരുന്നത്. ഒരു ദിവസം 600 രൂപയാണ്. അതെല്ലാ ദിവസവും പഠിത്തം കാണത്തില്ല. പഠിത്തം ഇല്ലാത്ത ദിവസം ഞങ്ങൾക്ക് ശമ്പളവും ഇല്ല, അന്ന് ജോലിയില്ല. 500 കുട്ടികൾ വരെയുള്ള പല സ്കൂളുകളിലും ഇപ്പോഴും ഒരു പാചക തൊഴിലാളി മാത്രമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ സഹായികളെ നിർത്താതെ ജോലി സാധ്യമല്ല. സഹായികൾക്കുള്ള വേതനവും നൽകേണ്ടത് പാചക തൊഴിലാളികളാണ്. ശമ്പളം തൊഴിലാളികൾക്ക് കൃത്യമായ ഒരു രീതിയിൽ കൊടുക്കുന്നില്ല. അത് സർക്കാർ ഒന്നിച്ചു കൊടുക്കത്തില്ല. മാസം തോറുമുള്ള കാശ് കിട്ടത്തില്ല. 3-4 മാസം കൂടിയിരിക്കുമ്പോഴാണ് 1 മാസത്തെ 10,000 രൂപ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം സ്ഥിരമായി കിട്ടണം. ഈ തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് കഴിവില്ലാതെ വരുമ്പോൾ അവർക്ക് വെക്കേഷനായിട്ട് മാസം തോറും അവർക്ക് ഒരേ ശമ്പളം കൊടുക്കണം.
സ്കൂൾ തുറക്കും മുൻപ് കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാഗ്ദാനം നൽകിയെങ്കിലും പലയിടത്തും ഒന്നും നടപ്പിലായിട്ടില്ല. ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ജോലിഭാരം അതിലധികവും. പ്രായം ചെന്ന് അസുഖാവസ്ഥയിലായ പാചകത്തൊഴിലാളികളുടെ അവസ്ഥയും നിലവിൽ ദുരിതമാണെന്ന് സ്കൂൾ പാചകത്തൊഴിലാളികളുടെ സംയുക്ത സംഘടന പറയുന്നു. കുട്ടികളുടെ ആഹാരം മുടക്കില്ലെന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പാചകപ്പുര പൂട്ടി സമരം ചെയ്യാനുമില്ല. പക്ഷേ തൊഴിലംഗീകാരവും അർഹമായ ആനുകൂല്യവും വേതനവും ആവശ്യപ്പെടുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലെ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ്. വേനൽക്കാലത്തെ കനത്ത ചൂടിനെ അതിജീവിച്ച് ഏലം കൃഷി പരിപാലിച്ച് ഇടുക്കിയിലെ കർഷകർക്ക് മഴക്കാലത്തിന്റെ തുടക്കം തന്നെ കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഏലം കൃഷി നശിച്ചു. വിളവെടുപ്പ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ കനത്ത നഷ്ടം എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ ആശങ്ക. കഴിഞ്ഞ വർഷത്തെ വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികൾ ഒന്ന് പച്ച പിടിച്ചു വന്നതാണ്. ഈ വർഷത്തെ വേനലും വേനൽ മഴയും കർഷകരെ ചതിച്ചില്ല. എന്നാൽ കാലവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആർത്തിരമ്പിയ മഴ വലിയ ദുരിതമാണ് ഏലം കർഷകർക്കിപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. കാലവർഷത്തിന്റെ തുടക്ക ആഴ്ചയിൽ പെയ്ത കനത്ത മഴ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് കനത്ത നഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഏലം കർഷകരാണ്. 1159 കർഷകരുടെ 2000 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷിയാണ് കനത്ത മഴയിലും കാറ്റിലും നശിച്ചത്. 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. നിലവിൽ 100 കണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ട്. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷം മെച്ചപ്പെട്ട വിലയും മെച്ചപ്പെട്ട ഉൽപ്പാദനവും ഉള്ളൊരു വർഷമായിരുന്നു. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു. അപ്പോൾ ഏക്കർ കണക്കിന് ഇങ്ങനെ ഇതുപോലെ ഒടിഞ്ഞുപോയി. അപ്പോൾ അത് കർഷകർക്കൊരു പ്രയോജനത്തിൽ വരാത്തൊരു അവസ്ഥയിലാണ് ഈ രാജകുമാരി, ഉടുമ്പൻചോല പ്രദേശങ്ങളിൽ എല്ലാം ഈ ഏലകൃഷി മൊത്തം ഒടിഞ്ഞ് പോയിരിക്കുന്നത്. സർക്കാരിന്റെയോ സ്പൈസസ് ബോർഡിന്റെയോ അടിയന്തര സഹായം ഉണ്ടായില്ലെങ്കിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വേനൽ വന്നു കഴിഞ്ഞപ്പോൾ നനച്ചും ലോണും എടുത്തും സംഘങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയും ഗോൾഡൊക്കെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തത്. നല്ല വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്കും കാറ്റും മഴയും വന്ന് 3/4 ഭാഗം ഒടിച്ചു കളഞ്ഞു. സർക്കാർ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കൃഷിനാശത്തിന് സംബന്ധിച്ച വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കൃഷിക്കാർ. ഏറെ നാളുകൾക്ക് ശേഷം മെച്ചപ്പെട്ട വിലയും വിളയും ലഭിക്കുന്ന ഘട്ടത്തിലാണ് കർഷകർക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുള്ളത്. വലിയ തുക മുടക്കി പരിപാലിച്ചു പോന്നിരുന്ന ഏലം ചെടികൾ നശിച്ചതിൽ അധികൃതർ അടിയന്തരമായി ഇടപെടൽ നടത്തി നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അത് അനിവാര്യവുമാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. നിലമ്പൂരുമായി പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.